നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു, അതായത് ഭരതനാട്യം മോഹിനിയാട്ടം ഫാമിലി, ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് കട്ടയ്ക്ക് ഒന്നിച്ചിരിക്കും. പിന്നെ ഇവിടെ പിന്നെ നമുക്ക് സുഭാഷിന്റെ ഹെൽപ്പും കൂടെ വേണ്ടി വന്നതുകൊണ്ടാണ് സുഭാഷിനെ നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളെ അകത്തേക്ക് വിളിച്ചത്. ബാക്കി എല്ലാവരും ഇപ്പം ഇത് കണ്ടപ്പോൾ ഉടനെ തന്നെ സൈജു വന്നു കഴിയുമ്പോഴാണ്, പരിപാടിയെല്ലാം നടന്നിട്ടാണല്ലോ സൈജുവിന്റെ, അതായത് ശശിയേട്ടന്റെ എൻട്രി. ശശി വരുമ്പം അയാള് നമ്മളെ ദേഷ്യപ്പെടുകയല്ല, നിങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ ഞാനെങ്ങും ഇല്ലാന്ന് പറഞ്ഞ് ഒളിച്ചോടുകയല്ല. പുള്ളി ഇത് ഏറ്റെടുത്ത് പുള്ളി ഇത് ഈ സംഭവത്തെ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഊരി പോരാൻ വേണ്ടി. അത് ശരിക്കും ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇടയിൽ തന്നെ ഒരു ദൃശ്യത്തിന്റെ ഒരു ഇത് പറയുന്നുണ്ട്, അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ സിനിമ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കമന്റ് സെക്ഷനിലൊക്കെ അങ്ങനെ വന്നിരുന്നു, ദൃശ്യം സ്പൂഫ് ആണോ അങ്ങനത്തെ രീതിയിലൊക്കെ അതങ്ങനെ പറഞ്ഞിരുന്നോ? ഇല്ല, ദൃശ്യം അതൊക്കെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അത് ദൃശ്യത്തിന്റെ യാതൊന്നും ഇല്ലല്ലോ നമ്മുടെ സിനിമയില്. പക്ഷെ ആളുകൾക്ക് അത് ഇയാളോട്, അതായത് വക്കീലിനോട് സംസാരിക്കുമ്പം എന്തെങ്കിലും പറയണമല്ലോ അപ്പം. പക്ഷെ ദൃശ്യത്തിന്റെ പോലെ തന്നെയാണ്, അതിഥി വരുന്നു, ഗൃഹനാഥൻ ഇല്ലാത്ത സമയത്ത് വരുന്നു, അപ്പൊ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണല്ലോ, അതായത് ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് ഇത്രയും ആളുകൾക്ക് ചിരിക്കാവുന്ന ഒരു തരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാര്യം തന്നെ. അല്ല, അത് സത്യത്തില് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദൃശ്യത്തിന്റെ പോലെ. പക്ഷെ ദൃശ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ.